ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്ററ്റ് സൈക്കോളജിയെ കുറിച്ചാണ്. സൈക്കോളജിയുടെ ക്ലാസ്സസ് തുടങ്ങുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണിത്. ഇത് സ്റ്റാർട്ടിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഈ പ്രാവശ്യം ടോപ്പിക് വൈസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റഗറി 3 ഹിന്ദി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാറ്റഗറി 3 വരുന്ന സൈക്കോളജിയുടെ സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വന്നിട്ടുള്ള ടോപ്പിക്കാണ് അഡോളസൻറ്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ 3 സംഭവങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അതിൻ്റെ സബ്ബായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാരണം നമ്മൾ ഒരു എക്സാം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന അഡോളസൻറ്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നതാണ് ആ പേപ്പർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ കാറ്ററ്റ് എടുക്കുകയാണെങ്കിൽ സൈക്കോളജി, എല്ലാത്തിലുള്ള സൈക്കോളജി ഏകദേശം സിമിലർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന ഇത് കാറ്ററ്റ് കാറ്റഗറി 3യുടെ സിലബസ് ആണ്. കാറ്റഗറി 4 സിലബസ് കൊടുത്തിട്ടില്ല, ഇത് കാറ്റഗറി 3യുടേതാണ്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ഫ്ലോയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇതിനകത്ത് വരുന്നതാണ് അഡോളസൻറ്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ 3 പാർട്ട് വരുന്നുണ്ട്. അഡോളസൻറ്റ് സൈക്കോളജിനെ കുറിച്ചുണ്ട്, തിയറീസ് ഓഫ് ലേണിംഗ് ഉണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ആയിട്ടുള്ള അഡോളസൻറ്റ് സൈക്കോളജിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ സബ് പാർട്ടായിട്ട് വരുന്നതാണ് അഡോളസൻസ്. ഓക്കെ, കൗമാരകാലം. പിന്നെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് അഡോളസൻസ്, എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് അഡോളസൻസിനെ പഠിക്കാം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ഓൺ ഡെവലപ്മെൻറ്റ്, ഹെറിഡിറ്റി എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റിൽ അതിൻ്റെ സ്വാധീനം. ഡെവലപ്മെൻറ്റൽ നീഡ്സ്, അതിനകത്ത് സൈക്കോളജിക്കൽ ഇൻ്റലക്ച്വൽ ലാംഗ്വേജ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റൽ ടാസ്ക് വരുന്നുണ്ട്. അടുത്താണ് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്, എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഓക്കെ, അണ്ടർ അച്ചീവ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ അച്ചീവ്മെൻറ്റ് നല്ല പെർഫോമൻസ്, നല്ല ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ അച്ചീവ്മെൻറ്റ് നോക്കുമ്പോൾ വളരെ കുറവാണെങ്കിൽ അങ്ങനെ അണ്ടർ അച്ചീവ്മെൻ്റ് എന്ന് കൂട്ടാം. പിന്നെ പീർ പ്രഷർ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഡെലിക്വൻസി, ഹെൽത്ത് പ്രോബ്ലംസ്, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസംസ്, ചലഞ്ചസ് ആൻഡ് റെമഡീസ് വരുന്നുണ്ട്. ഇത്രയാണ് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഡെവലപ്മെൻറ്റൽ തിയറീസ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് തിയറീസ് വരുന്നുണ്ട്. പിയാഷെ, ബ്രൂണർ, ഫ്രൂയിഡ്, എറിക്സൺ, കോൾബെർഗ് തുടങ്ങിയവരുടെ തിയറീസ് നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ട്. സ്പെഷ്യൽ റെഫറൻസ് ടു അഡോളസൻസ് ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ്, അപ്പോൾ അതായത് ഈ തിയറീസിൻ്റെ എന്ത് ഉണ്ട്, ഇത് അഡോളസൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എന്താണ്, അത് മീൻസ് ഒരു ക്ലാസ് റൂമിൽ ഈ തിയറീസ് എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നിലവിൽ. ഇത് സൈക്കോളജി ഫുള്ളല്ല, ഇതിനകത്ത് ഫസ്റ്റ്, അതായത് സൈക്കോളജി 3 പാർട്ടായിട്ട് ഇതിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള അഡോളസൻറ്റ് സൈക്കോളജിയിൽ ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അഡോളസൻസിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഇതിപ്പോൾ എന്താണ്, ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, 4 കാറ്റഗറിക്കും സൈക്കോളജി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. Okay, so guys, see you in the next video we will deal with the adolescent psychology. तब तक के लिए okay, bye.